ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും അങ്ങനെ നന്നായിട്ടൊന്നും പഠിക്കുന്നില്ല, പക്ഷെ എന്നാലും ആവുന്ന വിധത്തിൽ നിങ്ങളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എനിക്കും നിങ്ങളെപ്പോലെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് ഈ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് നമുക്കെല്ലാവർക്കും. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ രാവിലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് പഠിച്ചത്. എനിക്ക് കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, പിന്നെ റിവൈസ് ചെയ്യാനും, പിന്നെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീരുന്നില്ലായിരുന്നു. ഞാനെങ്ങനെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വെച്ചാൽ, അന്നൊന്ന് എടുക്കുന്ന ടോപ്പിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും ഓരോ ദിവസം. അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ചെയ്യും. പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ ക്ലാസ്സും ക്വസ്റ്റ്യനും ഒക്കെ അങ്ങ് ക്ലാഷ് ആയിപ്പോയി. മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം അങ്ങനെ രാവിലെ ഇരുന്ന് അത് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം ഞാൻ ക്ലാസ് കണ്ടു, അതായത് വർക്ക് ബുക്കിൻ്റെ സൊല്യൂഷൻ ക്ലാസ് കണ്ടു. ഇന്നങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ. ഇന്ന് ജനലിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പഠിക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏകദേശം ഒരു വർഷം ആവാനായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. ഞാനിതിന് മുമ്പ് 2-3 ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ചാനലൊന്നും ക്ലിക്ക് ആവുന്നില്ല. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും കാണാനോ റെസ്പോണ്ട് ചെയ്യാനോ അവരാരും തയ്യാറായിരുന്നില്ല. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചാനൽ തുടങ്ങിയത് സത്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഇത് ദാരിദ്ര്യം പറിച്ചിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം, എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് എനിക്ക് ഇതുണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ, ഒരുപാട് പരിമിതികളുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഫൈനലി ഞാൻ തുടങ്ങിയ ഒരു ചാനലിൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെയുള്ള എനിക്കറിയില്ല, നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ചാനലിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. പതിയെ വളർന്നു വരണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ലൈഫ് ലോങ്. സോ താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് പേര് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. തീരെ റിപ്ലൈ കൊടുക്കാത്തത് എന്ന് പറയുന്നത്, ഒന്ന് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ ഏതൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡേ സ്കോളറായിട്ട് ബ്രില്യൻറ്റിൽ നിൽക്കാൻ പറ്റുമോ? അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, ബിക്കോസ് എനിക്കത് അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ചോദിച്ചത് BTS എക്സാമിന് ചേർന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ജനുവരി ആ ഒരു സമയത്താണല്ലോ BTSന് ജോയിൻ ചെയ്യുക. BTSന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കിട്ടുമോ ഈ ലേണിംഗ് ആപ്പിൽ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. ആ കമൻറ്റ് ചോദിച്ചത് ആരാണെന്നുള്ളത് എനിക്കറിയില്ല. ആ കമൻറ്റ് ഇവിടെ പോയി, ഞാൻ പിന്നെ നോക്കിയപ്പോൾ കാണുന്നില്ല. ഉണ്ടാവും, കമൻറ്റ് അടിയിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ഞാൻ പറയാം കേട്ടോ. ഞാൻ ചോദിക്കുന്നുണ്ട്, ക്ലാസ് ടീച്ചറോട് ഞാൻ ചോദിച്ചിട്ട് പറയാം. അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് 2 PM എക്സാം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ആദ്യം തന്നെ എഴുതാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രി ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് എന്തോ വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ എനിക്ക് തോന്നാറുണ്ട്. ലാസ്റ്റ് ആകുന്ന സമയത്ത് ബയോളജി എഴുതുമ്പോൾ എനിക്ക് നല്ല റിലാക്സേഷനോട് കൂടി എക്സാം അറ്റൻഡ് ചെയ്യാനും അത് ആ ഒരു എൻഡിങ്ങിലോട്ട് കൊണ്ടെത്തിക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഡിഫറെൻ്റ് ആയിരിക്കാം. ചില ആൾക്കാർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ബയോളജി ഫസ്റ്റ് എഴുതി തീർക്കും. അവർക്കിപ്പോൾ ആദ്യം തന്നെ നല്ല കോൺഫിഡൻസോട് കൂടി ബയോളജി എഴുതുമ്പോൾ നല്ല റിലാക്സേഷൻ ആണല്ലോ. എന്ന് വെച്ചാൽ ബയോളജി അത്ര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ബയോളജി കമ്പയറിങ് ടു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഈസിയാണ്. എന്ന് വെച്ചാൽ നല്ല ഈസി അല്ല കേട്ടോ. ബയോളജി നല്ല ഈസിയാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ളതും ബയോളജി തന്നെയാണ്. അപ്പം അങ്ങനെ ലാസ്റ്റ് ഞാൻ ബയോളജി അറ്റൻഡ് ചെയ്യുന്ന വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ ബയോളജിക്ക് ശ്രദ്ധ കൊടുക്കേണ്ട എന്നല്ല, ബട്ട് ആ സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും മൾട്ടി ടാസ്കിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എക്സാമിന് ആനിമൽ കിങ്ഡം ആയിരുന്നു, സുവോളജി നോൺ കോറിലേറ്റീവ് ആണ് എക്സാമിന് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളതും എനിക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററും കൂടിയാണ് നോൺ കോഡേറ്റ അനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സാമിൻ്റെ സൊല്യൂഷനൊക്കെ ചെയ്തൊരു ബുക്കുണ്ട്. ആ ബുക്ക് ഞാൻ എപ്പോഴും എടുത്ത് നോക്കും, അതിൽ മിസ്റ്റേക്സൊക്കെ എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളിങ്ങനെ എൻ്റെ ജേർണലിങ് ബുക്കൊക്കെ എടുത്തിട്ട് അവൾക്ക് ജേർണൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവൾ നല്ല രീതിയിൽ ചെയ്യും കേട്ടോ. അവൾ നന്നായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ അവൾ ചെയ്തൊരു ജേർണലാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ക്ലിപ്സ് അങ്ങ് എടുത്തേക്കാന്ന്. അങ്ങനെ അവൾ പോയി. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, എക്സാം എഴുതുന്ന സമയത്തും നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഉച്ചക്ക് ലഞ്ച് ഞാനങ്ങനെ കുറേ ഒന്നും കഴിച്ചില്ല, രാവിലത്തെ അപ്പമാണ് കഴിച്ചത്. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പുലാവ് ഉണ്ടാക്കി കഴിക്കാമെന്ന്. പുലാവെന്നോ അല്ലെങ്കിൽ ഇതിന് ലെമൺ റൈസ് എന്നോ അങ്ങനെയൊക്കെ വിളിക്കാം. ഇത് കണ്ടിട്ട് പുലാവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഇത് പുലാവാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചു. പിന്നെ എനിക്ക് ചക്ക കിട്ടി. ഇത് വൈകുന്നേരം എടുത്ത ക്ലിപ്പാണ് കേട്ടോ. ഇത് ക്ലിപ്പിൻ്റെ ഓർഡർ മാറിപ്പോയി. അപ്പം അങ്ങനെ നല്ല ചൂട് പുലാവും പിന്നെ ചായയും. എഗെയിൻ ഞാൻ ചായ കുടിച്ച് അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചയും കഴിച്ചു. അപ്പോൾ തന്നെ ഏകദേശം ഒരു രാത്രി 8-8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ പഞ്ചിങ് വർക്കാണ്. അപ്പോൾ അത് നൂല് തീർന്നപ്പോൾ പകുതിക്ക് അങ്ങ് വെച്ച്. ഞാൻ സോഷ്യൽ മീഡിയ വളരെയധികം അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ മീൻസ് ഇങ്ങനെ എന്തെങ്കിലും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മളെ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്കിപ്പോൾ അത് കുറച്ച് മാറി വരുന്നുണ്ട്. ഫുള്ളി മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാനെപ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ എഴുതും. കുറച്ച് ഞാൻ എഴുതാറുണ്ട്. അന്ന് നടന്ന കാര്യങ്ങളും എല്ലാം എഴുതുമ്പോൾ ഐ ഡോണ്ട് നോ, ഭയങ്കര ഹീലിംഗ് ആണ് കേട്ടോ. സോ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.